നമുക്കിന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിപ്പോൾ ടിഷ്യൂ പേപ്പർ സാധാരണ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒറിഗാമി ടിഷ്യൂ പേപ്പറാണ്. ഇതിപ്പോൾ നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഡിസൈൻ ഉണ്ടാവും. ആക്ച്വലി ഡിസൈനൊക്കെ കട്ടായി പോകും, എങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ സാധാരണ ടിഷ്യൂ പേപ്പർ വെച്ച് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിന് നമ്മൾക്ക് 2 പീസായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇത് ഒരു പീസ് നമുക്ക് അങ്ങ് മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ല, അത് മാറ്റിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് നമ്മൾ ഈ പീസിനെ ഇങ്ങനെ മടക്കി നമുക്ക് മറിച്ച് മടക്കാം. കാരണം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ മറിച്ച് മടക്കി വെച്ചിട്ട് വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാണ്ട് തന്നെ ചെയ്യാം. ഒരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഏത് ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ചിലപ്പോൾ സൈസ് കുറവാണ് സാധാരണ ടിഷ്യൂ പേപ്പർ. ഇപ്പോൾ ഏതാണെങ്കിലും നമ്മൾ മടക്കുമ്പോൾ ആദ്യം 4 മടക്കി പിന്നെ അതിനൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഏതാ വലിപ്പം അനുസരിച്ച് നമുക്കൊരു പെറ്റലിൻ്റെ ഒരു സൈസിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കിട്ടണം. നമുക്ക് ഈ അരികൊന്ന് ഫസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ വളച്ച് കെട്ടിയാൽ മതി. ഇതുപോലെ വളച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ചെറിയൊരു ഭാഗത്തു നിന്ന് നമുക്ക് ഒത്തിരി പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടും. ടിഷ്യൂ പേപ്പർ മടക്കി നമുക്ക് ഒരുമിച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ അങ്ങനെ മടക്കി വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് 2-3 പ്രാവശ്യം അങ്ങ് ചെയ്ത് വരുമ്പോഴത്തേ പ്രാക്ടീസ് ആയിക്കോളും, വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ പെറ്റൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ റീഫിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് നമുക്ക് റോൾ ചെയ്യാൻ പറ്റിയതെടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് വെക്കണം. വെച്ചിട്ട് ഇത് ടിഷ്യൂ പേപ്പറാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം കീറിപ്പോകും പെട്ടെന്ന്. അപ്പോൾ അത് വളരെ പതുക്കെ ഇങ്ങനെ എടുത്ത് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യും. 2 സൈഡിൽ നിന്നും നടുവിലോട്ട് പ്രസ് ചെയ്ത് വെച്ച് ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല, പ്രസ് ചെയ്തെടുത്തിട്ട് പതുക്കെ ഒന്ന് വിടർത്തിയിട്ട് അതിനിങ്ങനെ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് നമ്മൾ ഈ തമ്പ് ഇങ്ങനെ പിടിച്ച് ഇതിനിങ്ങനെ കുഴിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ അഴിച്ചെടുക്കും. ഇവിടെ അറ്റം മാത്രം ഇങ്ങനെ ചുരുണ്ടിരിക്കും. നമുക്കൊന്നൊരു കുറച്ചൊരു ചുളിവൊക്കെ ഉണ്ടായിട്ട് കിട്ടും ആ പെറ്റൽ. ഇത് നമ്മൾ തമ്പ് ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ അറ്റം ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് പെറ്റൽസ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 5 പെറ്റലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലവർ റെഡിയാകും. 5 അല്ലെങ്കിൽ 7 നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം.
പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഇത് ഫ്ലോ മേക്കിംഗ് വയറാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസാണ് ഫ്ലോ മേക്കിംഗ് വയർ എടുത്തിരിക്കുന്നത്. അതിന് തിക്ക് പിന്നെ തിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീഡിയം സൈസ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് പതുക്കെ നമ്മളതിൻ്റെ അറ്റം ഇങ്ങനെയൊന്ന് വളച്ച് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് വളച്ചാൽ മതി. എന്നിട്ട് നമ്മളൊരു പെറ്റലെടുത്തിട്ട് അതിനിങ്ങനെ റോൾ ചെയ്യണം. കുറച്ച് ഒന്ന് സൂക്ഷിച്ചൊന്ന് പിടിക്കണം. കാരണം ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഫിനിക്സ് പേപ്പറോ അല്ലെങ്കിൽ തുണികളൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ അത്രയ്ക്കും എളുപ്പമല്ലെന്ന് തന്നെ പിടിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചെടുക്കണം. കാരണം അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നൂലെടുത്തിട്ട്, ഇപ്പോൾ നൂല് നമ്മളത് നമ്പർ 10 നൂലാണ് യൂസ് ചെയ്യണത്. എപ്പോഴും ഫ്ലോ മേക്കിങ്ങിന് നല്ലത് നമ്പർ 10 ആണ് നൂലിൻ്റെ നമ്പർ. എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ 2-3 ചുറ്റി സൂക്ഷിച്ചിട്ടണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു 3-4 ചുറ്റുന്ന് ഭയങ്കര മുറുക്കി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ടിഷ്യൂൻ്റെ അവിടെ വെച്ചിട്ട് കീറിപ്പോകും അത്. എന്നിട്ട് പതുക്കെ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. നോട്ട് ഇടുമ്പോഴൊന്ന് സൂക്ഷിക്കണം. വളരെ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഒരു പെറ്റൽ നമ്മൾ നടുക്ക ആവശ്യമുള്ള പെറ്റലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇനി അടുത്ത പെറ്റലെടുത്ത് വയ്ക്കുക. പെറ്റൽ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ നടുക്കത്തെ പെറ്റലിനേക്കാളും താഴോട്ട് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു പടിക്ക് മുകളിലേക്കും പോകണ്ട താഴേക്കും പോകണ്ട, ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേണം എപ്പോഴും ചെയ്യാൻ. ഓരോ പ്രാവശ്യം ഇതിനെ നമ്മൾ നോട്ടിട്ട് കൊടുക്കണം. ഓരോ പെറ്റൽ ചെയ്യുമ്പോഴും ഓരോ നോട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 7 എണ്ണം, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഫ്ലവറിന് എത്ര വലിപ്പം വേണം അതനുസരിച്ചാണ് നമ്മൾ പെറ്റൽസ് കൂട്ടി കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു 3 പെറ്റലൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് വന്നാലും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആയിരിക്കും അത്. ഇപ്പോൾ ഇതൊരു 3 പെറ്റലിൽ തന്നെ ഇത് ഇപ്പോൾ നടുക്കത്തെ പെറ്റൽ കൂടാണ്ട് തന്നെ ഒരു 3 പെറ്റൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതും ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും ഇനി ഒരു 3 എണ്ണം കൂടി അല്ലെങ്കിൽ 2 എണ്ണം കൂടെ വെച്ചാലും ഭംഗിയായിരിക്കും. പിന്നെ ഇപ്പോൾ നല്ലോണം ഒതുങ്ങി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വല്ലാണ്ട് അത് ഒതുങ്ങാൻ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ 4ാമത്തെ പെറ്റൽ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ശകലം ഇങ്ങനെ വിടർന്ന പോലെയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ഈ 2 സൈഡിലും മാത്രം മതി, അല്ലാണ്ട് ഫുള്ളൊന്നും കൊടുക്കരുത്. ജസ്റ്റ് ഒരു ശകലം ഫെവിക്കോൾ. കാരണം അത് പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പോവും. അധികം ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ആ സൈഡിൽ നിന്ന് 2 സൈഡിലും മാത്രം, ഇവിടെ ഈ സൈഡിൽ പെറ്റലിൻ്റെ 2 സൈഡിൽ നിന്ന് ഫെവിക്കോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതവിടെ സ്റ്റിക്കായിട്ടിരുന്നോളാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പോൾ കെട്ടുന്ന സമയത്ത് ഇതിങ്ങനെ വല്ലാണ്ട് മലന്ന് പോയ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിത് ഇത്രയും തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയായി. പിന്നെ നമുക്ക് ആഡ് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടം പോലെയാണ്. വേണമെന്നില്ല, ഫ്ലവർ വലിപ്പം കൂട്ടണമെങ്കിൽ മാത്രം നമ്മൾ പെറ്റൽസ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷെ അത് അധികമൊന്നും പറ്റില്ല. ഏകദേശം ഒരു 7-8 മാക്സിമം അത്രേ പറ്റുള്ളൂ. കാരണം പേപ്പർ ആയതുകൊണ്ടേ നമുക്ക് പിടുത്തം കിട്ടില്ല അതിന്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റത്തെ പെറ്റലിനെ നമുക്കൊരു ശകലം ഫെവിക്കോൾ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് വെച്ചുണ്ടാക്കുന്നത് വളരെ ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും കൂടുതൽ അതിന് ഭംഗി തോന്നുക. നൂല് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫ്ലോ ടൈപ്പ് ചുറ്റുക. ഫ്ലോ ടൈപ്പൊക്കെ ചുറ്റാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം ഒത്തിരി ഫ്ലവേഴ്സ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊന്ന് ടൈറ്റായിട്ട് പിടിച്ചിട്ട് പതുക്കെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ ചുറ്റി താഴേക്ക് കൊണ്ടുവരണം. നല്ലോണം ഇങ്ങനെ വലിച്ച് കയറ്റണം. എന്നാലും അതിൻ്റെ ഇതൊരു പശ ഉള്ളത് തന്നെയാണ് ഈ ഫ്ലോ ടൈപ്പ്. അപ്പം നമ്മളത് വലിച്ചാലാണ് അതിന്
പശ ഇത് മേലോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾക്ക് വണ്ണം കൂടിയും പോകും, പിന്നെ അത് സ്റ്റിക്കാവില്ല, ഊരിപ്പോരും ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഈ ടേപ്പ് ഇങ്ങനെ വലിച്ചിട്ട് താഴേക്ക് ചുറ്റി കൊണ്ടിരിക്കണം. അപ്പോൾ അതേ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത്ര വലുപ്പത്തിൽ മതി. നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അറേഞ്ച്മെൻറ്റ്സിനാണ് കൂടുതലും നല്ലത്. ഇത് ഫ്രഷ് ലീവ്സിൻ്റെ കൂടെയോ ആർട്ടിഫിഷ്യൽ ലീവ്സിൻ്റെ എന്തിനും കൂടെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. കുറേ ഒരുമിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഫ്ലവറൊക്കെ ആയിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഒരുമിച്ച് തന്നെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ലീവ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് മേടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ വെറുതെ ഫ്ലവേഴ്സിൽ കുറേ ഫ്ലവേഴ്സ് ഒരുമിച്ച് എടുത്തിട്ട് അങ്ങോട്ട് ബഞ്ചായിട്ട് കുത്തി വെച്ചാലും ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.